അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരുന്നു, ഒരു എഞ്ചിനീയർ ആയിരുന്നു ഈ യുവാവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവാവ് എങ്ങനെയാണ് ബാംഗ്ലൂരിലെ ഈ IT മേഖലയിലെ തെരുവുകളിൽ പിച്ചയെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ള കഥ തീർത്തും വേദനാജനകമാണ്. അദ്ദേഹം തന്നെ ആ കഥ വിവരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഇത്രയും അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി പക്ഷേ വളരെ ചെറിയൊരു ഫാമിലി ആയിരുന്നു. അച്ഛനും അമ്മയും അദ്ദേഹവും അടങ്ങുന്ന വളരെ ചെറിയൊരു ഫാമിലി ആയിരുന്നു. എന്നാൽ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടായി ഉയർച്ചയിൽ നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവും അമ്മയും ഒക്കെ മരണപ്പെടുന്നത്. ഈ മാതാപിതാക്കളുടെ മരണത്തോടു കൂടി ഇദ്ദേഹം കംപ്ലീറ്റ്ലി തകർന്നു പോവുകയാണ്, മാനസികമായി തകർന്നു പോവുകയാണ്. ആ തകർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം മദ്യപാനത്തിന് അടിമയാകുകയാണ്. മദ്യപാനം അദ്ദേഹത്തെ പിടിമുറുക്കുകയാണ്. മദ്യപാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോവുകയാണ്. അദ്ദേഹത്തിന് അമിത മദ്യപാനം മൂലം അവസാനം ദീർഘകാലമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കാമുകി പോലും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം നമുക്കറിയാം, ഒരു ആൽക്കഹോളിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഒരു അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം